നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. അപ്പോൾ അവർ എനിക്ക് വന്ന് ഡോക്ടറെ ഞാൻ കുറച്ച് ദിവസം വ്യായാമം ചെയ്തു. ഡോക്ടർ എപ്പോഴും പറയില്ല വ്യായാമം ചെയ്യണം. ഞാൻ വ്യായാമം ചെയ്തു, വേദന കൂടി. അപ്പോൾ എനിക്ക് അപ്പം ഡോക്ടർ എന്ത് പറഞ്ഞിട്ടല്ലേ ഞാൻ വ്യായാമം ചെയ്തു, എൻ്റെ വേദന കൂടിയല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്തേ. ജിമ്മിൽ പോയപ്പം അവിടുത്തെ ട്രെയിനറിൻ്റെയൊക്കെ പറഞ്ഞു സ്ക്വാറ്റ് ചെയ്തോളൂ. അവിടെ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു ഡോക്ടർ, ഞാനും സ്ക്വാറ്റ് ചെയ്തു. എനിക്ക് അവർക്ക് കുറച്ച് തടിയുള്ള ലേഡിയാണ്, ഒരു 50 വയസ്സുണ്ട്, 48-50 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവരുടെ പ്രായത്തിലുള്ള എല്ലാവരും സ്ക്വാറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് തടി ഉണ്ടായിട്ട് നേരത്തെ ഒരു മെനിസ്കൽ ഇഞ്ചറിയൊക്കെ വന്നതാണ്. തടിയുള്ളത് കൊണ്ട് മെനിസ്കൽ ഇഞ്ചറി വന്നതുകൊണ്ട് മുട്ടിൽ തേയ്മാനമുണ്ട്. അപ്പോൾ ഇവർ സ്ക്വാറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്ക്വാറ്റ് ചെയ്താൽ ഈ 100-110 കിലോയുള്ള വെയിറ്റുള്ള ലേഡിയാണ്. ഇവർ ഇരുന്ന് എഴുന്നേക്കാൻ തുടങ്ങി. സ്ക്വാറ്റിംഗ് എന്നറിയാമല്ലോ നമുക്ക്, ഇരുന്ന് എഴുന്നേക്കുക. എഴുന്നേറ്റ് മുട്ടിൽ ഭയങ്കരമായിട്ട് വേദന കൂടി. ഓൾറെഡി ഗ്രേഡ് 3 ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ളവരാണ് അവർ. അപ്പോൾ മുട്ട് തേയ്മാനം ഉള്ളവർ എക്സസൈസ് ചെയ്യാമോ ഇല്ലയോ? ചെയ്യണം എന്നുള്ളതാണ് ഉത്തരം. എല്ലാ എക്സസൈസും ചെയ്യാമോ? ഇല്ല. എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമുക്കറിയാം ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ 2 എല്ലുകൾക്കിടയിലുള്ള ഒരു തരുണാസ്ഥി ഉണ്ട്. ആ തരുണാസ്ഥിക്ക് ഡാമേജ് വരുമ്പോഴാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, ജോയിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മസിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മുട്ടിലുള്ള ലോഡ് കുറയും. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സ് സ്ട്രെങ്ത്തിന് മസിലിൻ്റെ ബലം കൂടിക്കഴിഞ്ഞാൽ വേദന 50% വരെ കുറയും. അപ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? മസിൽ വീണ്ടും വീക്കായും വേദന കൂടുകയും ചെയ്യും. അപ്പോൾ എങ്ങനത്തെ എക്സസൈസ് ചെയ്യേണ്ടത്? ഈ ക്വാഡ്രിസെപ്സ് മസിൽസിന് ശക്തി കൂട്ടാനുള്ള എക്സസൈസ്, മനസ്സിലായില്ലേ? അതിന് നമ്മൾ വിളിക്കുന്നത് സാധാരണ ചെയ്യുന്ന എക്സസൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു, ഇരുന്ന് കൊണ്ട് ചെയ്യാവുന്ന എക്സസൈസുകളുണ്ട്. ഇരുന്നിട്ട് കാല് മുമ്പിലോട്ടാക്കി പാദം അകത്തോട്ട് വലിച്ചു പിടിക്കുക, അല്ലെങ്കിൽ കാല് ചെറിയ വെയിറ്റ് ഇട്ട് ഇങ്ങനെ പൊക്കുക, അങ്ങനത്തെ എക്സസൈസ് ഐസോമെട്രിക് എക്സസൈസ് വിളിക്കും. അപ്പോൾ അത് മസിൽസിന് ബലം ഉണ്ടാക്കുന്നതാണ്. 2, നമുക്ക് സൈക്കിൾ ചവിട്ടാം. കാരണം പക്ഷേ ഈ ഐസോമെട്രിക് എക്സസൈസ്, ഈ ടൈപ്പ് എക്സസൈസ് ചെയ്യുമ്പോൾ മുട്ടിന് ബലം മാത്രമേ വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ മുട്ടിൻ്റെ മസിൽസിന് മാത്രമേ ബലം വെക്കത്തുള്ളൂ. അതേസമയം അവർക്ക് കലോറി ബേൺ ചെയ്യണ്ടേ, അവർക്ക് അല്ലെങ്കിൽ എന്തൊരു വണ്ണം വെക്കും. കലോറി ബേൺ ചെയ്യാനായിട്ട് ചെയ്യാവുന്നത് പരന്ന പ്രതലത്തിൽ നടക്കാം, എത്ര വേണം നടക്കാം. നടക്കുന്നത് കൊണ്ട് ഒരിക്കലും മുട്ട് തേയ്മാനം കൂടില്ല. പരന്ന പ്രതലത്തിൽ പടി കയറി ഇറങ്ങുമ്പോൾ കുറച്ച് വേദന കൂടിയും ചിലപ്പോൾ തേയ്മാനം ഉണ്ടാകാൻ വല്ല വേദന കൂടാൻ സാധ്യത. പരന്ന പ്രതലത്തിൽ നടക്കാം, എത്ര ദൂരം നടക്കാൻ സാധിക്കും നടക്കുക. ചിലപ്പോൾ ആദ്യത്തെ ദിവസം 5 കിലോമീറ്റർ നമുക്ക് നടക്കാൻ സാധിക്കില്ല. ആദ്യത്തെ 5 മിനിറ്റ് നടക്കുക, അത് കഴിഞ്ഞ് 5 മിനിറ്റ് വെച്ച് 7 ദിവസം നടക്കുക, അത് കഴിഞ്ഞ് 7 മിനിറ്റ് ആക്കുക. സോ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കുറേ ദൂരം ഒരുമിച്ച് നടക്കുക എന്നുള്ളതല്ല, കൺസിസ്റ്റൻറ്റി. എല്ലാ ദിവസവും കുറച്ചാണെങ്കിൽ എല്ലാ ദിവസവും നടക്കുക. അങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മസിൽസിന് ബലം വരും, ബോൺസിനും സ്ട്രെങ്ത് വരും, കാർട്ടിലേജിൻ്റെ കപ്പാസിറ്റി കുറച്ച് അതിൻ്റെ ഇത് കൂടും. അത് കൂടിക്കഴിയും നമുക്ക് കുറച്ച് പതുക്കെ നടക്കാം. അങ്ങനെ നമുക്ക് അരമണിക്കൂറോ 3/4 മണിക്കൂർ നടക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി എല്ലാ ദിവസവും, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കൺസിസ്റ്റൻ്റ് നടന്നു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ നടക്കുക എന്നുള്ളത് നല്ല വ്യായാമം തന്നെയാണ് മുട്ടിന്. 3ാമത്തത് സൈക്ലിംഗ്. സ്റ്റാറ്റിക് സൈക്കിളുണ്ട്, നമുക്കറിയാം. ഇരുന്ന് ചവിട്ടുന്ന സൈക്കിൾ നമ്മൾ ജിമ്മുകളെ കണ്ടു കാണും. അത് എത്ര വേണേൽ ചവിട്ടാം, കാരണം മുട്ടിന് വലിയ ഫോഴ്സ് വരത്തില്ല. 4, നീന്താൻ അറിയുന്നവരാണ് നീന്തുന്നത് വളരെ നല്ലത്. കാരണം നീന്തുമ്പോൾ എന്താണ്, ഓഫ് ലോഡാണ്, മുട്ടിൽ ലോഡ് ചെയ്യത്തില്ല. അതുപോലെയാണ് സൈക്കിൾ ചവിട്ടുമ്പോൾ മുട്ടിൽ കണ്ടപ്പോൾ നമ്മുടെ ബോഡിയിൽ ലോഡ് വരുന്നത്. ബോഡിയിൽ ലോഡ് വരുമ്പോഴാണ് മുട്ടിൽ തേയ്മാനം കൂടുന്നത്. നീന്തി കഴിയുമ്പോൾ വെള്ളത്തിലാകുന്നതുകൊണ്ട് നമുക്ക് ബോയൻസി ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് മുട്ടിൽ തേയ്മാനം വരില്ല. എത്ര വേണം നീന്താം. അപ്പോൾ നീന്താൻ അറിയാവുന്നവർ നീന്താവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ എക്സസൈസ് വളരെ നല്ലതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണം. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് സ്ക്വാറ്റിംഗ്. അത് താഴെ തിരിഞ്ഞ് എഴുന്നേക്കുക, മുട്ടിൽ കൂടുതൽ സ്ക്വാറ്റ് ചെയ്യുക. മുട്ടിൻ്റെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് വെച്ച് ഇരുന്ന് എഴുന്നേക്കുന്നതാണ് സ്ക്വാറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ലഞ്ചസ് എന്ന് പറയും, അതായത് അത് ഒരു ടൈപ്പ് എക്സസൈസാണ് ലഞ്ചസ്. അത് മുട്ടിൽ ഭയങ്കരമായിട്ട് ലോഡ് വരുന്നതാണ്. പിന്നെ ആൾക്കാർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടും, അല്ലെങ്കിൽ സ്കിപ്പിംഗ് എന്ന് പറയും, ജമ്പിങ്. നമുക്ക് ഇത് കയറ് വെച്ചിട്ട് ജമ്പ് ചെയ്യത്തില്ല ആൾക്കാർ, അതിനെയാണ് സ്കിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടിൽ ഭയങ്കരമായിട്ട് ലോഡ് വരും. അതാണ് ഹൈ ഇമ്പാക്റ്റ് എക്സസൈസ്. മുട്ടിന് ഇമ്പാക്റ്റ് വരുന്ന എക്സസൈസ്, മുട്ടിൽ കൂടുതൽ ലോഡ് വരുന്ന എക്സസൈസ് കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് മുട്ടിൽ നല്ല തേയ്മാനോട് താഴത്ത് കുത്തിയിരുന്ന് എഴുന്നേക്കുന്നത്, പടി ഓടി കയറുന്നത്. ഇതൊക്കെ കഴിയുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ മുട്ടിന് ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പടി കയറുമ്പോൾ നമ്മുടെ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മുട്ടിൽ വരുന്ന ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 50-60 കിലോ ഉള്ള ഒരാൾ നമ്മൾ പടി താഴത്ത് കുത്തിയിരുന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഗ്രാവിറ്റിക്കെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്, മുട്ടിൽ ഇൻറ്റു 9 ഫോഴ്സ് വരും. അതായത് 100-400 കിലോ ഫോഴ്സ് പോലെ അതിൽ ആക്ട് ചെയ്യും മുട്ടിൽ. അപ്പോൾ അത്രയും ഫോഴ്സ് താങ്ങാൻ നമ്മുടെ മുട്ടിൽ താങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാമോ ചെയ്യാം,
പക്ഷേ ഏത് എക്സസൈസ് ചെയ്യണം എന്നുള്ളത് വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അത് ചെയ്തില്ലെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞ എക്സസൈസൊക്കെ വളരെ സേഫായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബോഡി ലോഡ് വരുന്നതും അതേസമയം ഹൈ ഇമ്പാക്റ്റ് വരുന്നത് ചാട്ടം, സ്കിപ്പിംഗ് പോലുള്ള എക്സസൈസ് കഴിയുന്ന ഒഴിവാക്കണം. പക്ഷേ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്.